ഈ കഴിഞ്ഞ ദിവസം തൈറോയിഡും മാനസികാരോഗ്യവും തമ്മിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ കൂടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏകദേശം 1 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് 2.5 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 മാസമായിട്ട് യാതൊരു മരുന്നുകളും ഇല്ല. സാധാരണഗതിയിൽ ജീവിതം നയിക്കുന്നു, സാധാരണ പോലെ ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇതുപോലെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തൈറോയ്ഡ് അവരുടെ മനസ്സിനെയും അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നത്? ഇപ്പം 2.5 മാസത്തെ ചികിത്സ കൊണ്ട് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണ്? കാരണം 8-10 മാസമായിട്ട് ഇപ്പോൾ ഒരു ചികിത്സയില്ലല്ലോ. അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നിലനിൽക്കുന്നുണ്ടോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എത്ര വർഷമായി ഈ ബുദ്ധിമുട്ടുകളെല്ലാം തുടങ്ങിയിട്ട്? 9 വർഷത്തിന് മുകളിലായിരിക്കണം. കുറെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട്. പക്ഷെ അന്നൊന്നും തൈറോയിഡ് ആണെന്ന് അറിഞ്ഞിട്ടില്ല. തൈറോയിഡാണ് അന്ന് പല ഡോക്ടർമാരെ കാട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും തൈറോയിഡിന്റെ ലക്ഷണമാണ്. പക്ഷെ ലാബിൽ പോയി ചെക്ക് ചെയ്താൽ തൈറോയിഡ് നോർമലാണ്. പക്ഷെ കുറെ വേദനകളും എപ്പോഴും നല്ല ഉറക്കം, ഭയങ്കര ക്ഷീണം, ഒരു ജോലിയും ചെയ്യാനൊരു ഉത്സാഹമില്ലാതെ എപ്പോഴും കിടക്കും. അത് തുടങ്ങിയിട്ട് പിന്നെ മോളെ വയറ്റിലുണ്ടാകുമ്പോഴാണ് മോൾക്കിപ്പോൾ 2.5 വയസ്സായി. മോളെ ഗർഭിണിയാകുമ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്തതാണ്. അപ്പോഴാണ് തൈറോയിഡ് അതിലാണ് നോർമൽ അല്ലാതെ കണ്ടത്. അന്ന് മുതലേ മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ രീതിയിലായിരുന്നു ശരീരത്തെ അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്? ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? ക്ഷീണം, വേദന എന്നൊക്കെ പറഞ്ഞല്ലോ. ഏത് രീതിയിലുള്ള വേദനകളൊക്കെ ആയിരുന്നു? ക്ഷീണം, നല്ല ക്ഷീണമാണ്, എപ്പോഴും ഉറക്കാവും. പിന്നെ നമുക്ക് രാവിലെ നീക്കാൻ കഴിയൂല. രാവിലെ നീച്ചാല് പിന്നെ മേലൊക്കെ വേദന ആവും. ഉണർന്നാലും കിടക്കിന്ന് നീക്കാൻ എനിക്ക് കഴിയൂല. പിന്നെ ഉറക്കം കഴിയൂല, എപ്പോഴും ഉറക്കം വരും. ഏത് സമയത്ത് നമ്മൾ കിടന്നാല് അറിയാണ്ട് ഉറങ്ങിപ്പോവും. കിടക്കേണ്ട ആവശ്യമില്ല. നമ്മള് ബസ്സിൽ യാത്ര ചെയ്യേ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ ലാബിലൊക്കെ പോകുമ്പോൾ ചെക്ക് ചെയ്യാൻ ഇരിക്കുന്ന ടൈം കൊണ്ട് ഞാൻ അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. എവിടെ ഇരുന്നാലും ഉറങ്ങി. പിന്നെ ഒരു പണിക്കോ ഒന്നും എടുക്കാനൊന്നും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. പിന്നെ യാത്രികമായിട്ട് അങ്ങനെ എടുത്തു പോകും. ജോലി ഉണ്ടായിരുന്നോ? ഞാൻ വലിയ ഹൗസ് വൈഫ് തന്നെ. എന്നാലും ഞങ്ങൾക്ക് ഷോപ്പുണ്ട്. ഷോപ്പിൽ പോവുക ചെയ്യും. അവിടെ നിന്നും തന്നെ ആളില്ലാത്ത ടൈമിൽ ഉറങ്ങും. അവിടെ കിടന്ന് ഉറങ്ങും. ആളില്ലാത്ത ടൈമിൽ നമ്മളൊന്ന് ഉറങ്ങും. പിന്നെ വീട്ടിലാണെങ്കിലും എപ്പോഴും മടിയാണ്, ഭയങ്കര മടി. പിന്നെ മേലൊക്കെ വേദനയാണ്. ഈ നമ്മളെ കൈയിന്റെ വിരലിന്റെ ജോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല വേദന. പിന്നെ ചൂലൊന്നും മുറുക്കി പിടിക്കാൻ കഴിയൂല. കത്തി അങ്ങനെ മുറുക്കി നമുക്ക് അപ്പൊ ഒരു തരിപ്പ്, ഒരു കടച്ചിലും വേദനയൊക്കെ കൈയിന്റെ ഉള്ളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാലിനോ? കാല് നല്ല കടച്ചിലായിരുന്നു. കാല് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഞാൻ സ്കൂളിൽ പോണ കാലത്തിലെ കാല് കടച്ചിലായിരുന്നു. നിലത്ത് കിടക്കാനൊന്നും കഴിയില്ല. പിന്നെ വേറെ ദേഷ്യ സങ്കടമൊക്കെ ഉണ്ടായിരുന്നോ? നല്ല ദേഷ്യമാണ്. മക്കളോടൊക്കെ എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യത്തിന് എപ്പോഴും ദേഷ്യപ്പെടും. മക്കളൊക്കെ എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തിനാ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ദേഷ്യപ്പെടും. സങ്കടം തന്നെ. എപ്പോഴും ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയും. പക്ഷെ എന്തിനാ കരയുന്നത് എനിക്കും അറിയില്ല. അങ്ങനെ കരഞ്ഞിരുന്നു. പേടി തോന്നാറുണ്ടോ? പേടി ഉണ്ടായിരുന്നു. പേടി ഇങ്ങനെ രാത്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ആരോ കൂടെ ഉള്ള പോലെ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് ഇരുട്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ രൂപം പെട്ടെന്ന് അങ്ങനെ പോണ പോലെ. അപ്പൊ അവിടെ നിൽക്കാൻ പേടിയാവും. ഒറ്റക്ക് നിൽക്കാനൊക്കെ പേടിയാണ്. പക്ഷെ എനിക്കത് അറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ ഡോക്ടർ ചോദിച്ചപ്പോഴാണ് പേടിയുണ്ടോ, ഇങ്ങനെ എന്തേലും തോന്നലുണ്ടോ ചോദിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഉള്ളത്, ഞാൻ എൻ്റെ ഒരു പേടിയാവുന്ന എഴുതി. പക്ഷെ അസുഖം കൊണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. മുടി കൊഴിച്ചിലോ? മുടി കൊഴിച്ചിൽ, നല്ല മുടി കൊഴിച്ചിലായിരുന്നു. അത് ഈ തൈറോയിഡ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ 9 വർഷമായി പറഞ്ഞല്ലോ, അന്നേ എല്ലാം മുടി കൊഴിച്ചിലാണ്. അപ്പോ ഒരുപാട് പോവും മുടി. പക്ഷെ ഞാൻ കുറെ ട്രീറ്റ്മെന്റ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് റെമഡീസ് ചെയ്തു, കുറെ എണ്ണകളൊക്കെ ട്രൈ ചെയ്തു, കുറെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും മുടി കൊഴിച്ചിൽ നിന്നിട്ടില്ല. ഇപ്പോ പിന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ? ഗ്യാസ്, നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു. നല്ല ഗ്യാസ്. പീരിയഡ്സ് ആകുമ്പോ എന്തൊക്കെയായിരുന്നു പ്രശ്നം? പീരിയഡ്സ് ആകുമ്പോ വയറുവേദന ഉണ്ടാവും. 2-3 ദിവസം മുമ്പ് തന്നെ ഊരവേദന ഉണ്ടാവും. പിന്നെ കാല് നല്ല കടിച്ചിലാവും. നിൽക്കാനൊന്നും 2 ദിവസം എനിക്ക് നിൽക്കാനൊന്നും കഴിയില്ല. 2 ദിവസം നല്ല ഊരവേദന ഉണ്ടാവും.
നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഈ 2 കൊല്ലം ഗുളിക കഴിച്ചു, അപ്പൊ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയം തൊട്ട് ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗുളിക കഴിച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല? ഇല്ല, ഗുളിക കഴിച്ചിട്ട് ലാബിലെ റിസൾട്ട് നോർമൽ ആവും. അത് 5.2 താഴെ 4 അങ്ങനെയൊക്കെ വരും എപ്പോ ചെക്ക് ചെയ്താലും. പക്ഷെ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഒരു മാറ്റം വന്നില്ല. 25 ഗുളിക എന്നിട്ടാണ് മാറ്റം വന്നതുകൊണ്ടാണ് 50 ആക്കിയത്. 50 ആയപ്പോഴും അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെ? എത്ര ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു? 2.5 മാസം. 2.5 മാസം. ഈ 2.5 മാസത്തെ ട്രീറ്റ്മെന്റിന്റെ മാറ്റങ്ങളൊന്ന് പറയാവോ? നമ്മള് തൈറോണോം കഴിച്ചോണ്ടാണോ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്? അല്ല, ഞാൻ ഇവിടെ വന്ന അന്ന് മുതല് ഇംഗ്ലീഷ് മരുന്ന് പിന്നെ കുടിച്ചിട്ടില്ല. പിന്നെ ഈ 2.5 മാസം ഇവിടുത്തെ മരുന്ന് കുടിച്ചേ. പിന്നെ എനിക്കിപ്പോ അങ്ങനെ ആദ്യത്തെ പോലെ ഉറക്കമില്ല. ഉറക്കം സാധാ നോർമലായിട്ട് നമ്മൾ രാത്രി നല്ലോണം, അല്ലാതെ പകലോ അങ്ങനെ ഇങ്ങനെ ബസ്സിൽ പോകുന്ന വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മള് വെറുതെ ഇരുന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഉറക്കമില്ല. ക്ഷീണം മാറി? ക്ഷീണം അത് മാറി. ക്ഷീണം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വേദനകള്? പിന്നെ വേദന ഇല്ല. ഇപ്പൊ കാല് വേദനയ്ക്ക് മക്കളോട് തിരുമാൻ പറയാറുണ്ടോ? ഇല്ല, ഞാൻ നിലത്തൊന്നും കിടക്കാൻ എനിക്ക് രാത്രിയില് ഉറങ്ങണമെങ്കിൽ കാല് നല്ലോണം തിരുമ്മി തരണം. ഓലൊക്കെ നല്ല ഒഴിഞ്ഞിരിക്കാരം, എന്നിട്ടാണ് ഞാൻ ഉറങ്ങുക. അത് ഉറക്കത്തിന്റെ അടിയിൽ ഞാൻ ഒന്ന് ഉണർന്നാല് പിന്നെ എനിക്ക് കാല് കടിച്ചിട്ട് ഉറക്കം പെട്ടെന്ന് വരില്ല. പിന്നെ ഇപ്പൊ അതില്ല. ഇപ്പൊ നിലത്തൊക്കെ കിടക്കുമ്പോ ചൂടല്ലേ, ഇപ്പൊ നിലത്തൊക്കെ കിടക്കും. ഈ ചൂടുകാലം ആകുമ്പോഴേക്ക് കൂടുതൽ കാല് കടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്പിളി ഒക്കെ ഇട്ടിട്ട് കാലൊക്കെ കെട്ടിച്ചിട്ടൊക്കെ കിടക്കും. അത് ശരി. ഇപ്പൊ അങ്ങനെ കിടക്കണോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ വേദനകളില്ല, സുഖമായിട്ടിരിക്കുന്നു. ആ ദേഷ്യ സങ്കടമൊക്കെ മാറിയോ? ദേഷ്യം അങ്ങനത്തെ ദേഷ്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സാധാരണ നോർമൽ ആയിട്ടില്ലേ ഉള്ളൂ. പക്ഷെ സങ്കടമില്ല. സങ്കടം മറ്റേത് ഞാൻ ഒരു കാര്യം കിട്ടിയാല് അതിനെ കുറിച്ചിട്ട് അങ്ങനെ മനസ്സിൽ നിന്ന് പോകില്ല. പിന്നെ അതിനെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കും. എനിക്ക് ആലോചിക്കേണ്ടാത്ത കാര്യമാണ്. പക്ഷെ അതങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. അപ്പൊ അതില്ല. പേടിയോ? ആരോ കൂടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അതില്ല. പിന്നെ ഇപ്പില്ല. മുടി കൊഴിച്ചിലോ? മുടി കൊഴിച്ചില് മാറിയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ ഇപ്പൊ സാധാരണ നോർമലായിട്ട് നമ്മൾക്ക് സാധാരണ ഒഴിയുമല്ലോ, അത്രേ ഉള്ളൂ. പീരിയഡ്സ് ആകുമ്പോൾ ബുദ്ധിമുട്ടുകള്, വേദനകളില്ല. ഇപ്പൊ ലാസ്റ്റ് പീരിയഡ്സ് ആയപ്പോ ഒരു കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 2.5 മാസത്തെ നമ്മുടെ ട്രീറ്റ്മെന്റ് എത്ര കാലം മുമ്പ് എടുത്തേ? ഇപ്പോ 1 വർഷം കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് അല്ലേ? നോമ്പ് കഴിഞ്ഞ ഉടനെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ 1 വർഷത്തെ ഗ്യാപ്പായി. ഈ 1 വർഷം കൊണ്ട് ഈ പോയ പ്രശ്നങ്ങളൊക്കെ തിരിച്ചു വന്നോ? ഇല്ല, ഞാൻ ഇപ്പൊ സാധാ ഫുഡ്, ഇപ്പൊ റമദാനൊക്കെ ആയപ്പോഴും എല്ലാ ഭക്ഷണവും ജ്യൂസിലൊക്കെ പഞ്ചസാര ഇട്ടിട്ട് അതുപോലെ ചിക്കനും ബീഫും എല്ലാം കഴിച്ചു. ഒരു കുഴപ്പമില്ല. തിരിച്ചു വന്നിട്ടില്ല. എക്സസൈസും ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അത് ശരി. അപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. പിന്നെ തൈറോയിഡിന്റെ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. അപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. മനസ്സിനും ആ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറി. മക്കളൊന്നും മദ്രസ പോകുമ്പോ നീക്കാൻ കഴിയില്ല. അത് ശരി. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും സന്തോഷം. കുറിച്ചിലുണ്ടാകും മേലാകെ. അത് നീര് വന്നിട്ട് അന്ന് ഡോക്ടർ ഇവിടെ വന്നപ്പോ പറഞ്ഞ് മേലാകെ നീരാണ്. പിന്നെ ഫാറ്റി ലിവർ, അത് ഡോക്ടർ പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് വന്നപ്പോ വയറ് ശരിയല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഫാറ്റി ലിവർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോ ഫാറ്റി ലിവർ തുടക്കണ്ടായിരുന്നു. ഇപ്പൊ ചൊറിച്ചിലൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ചൊറിച്ചിലില്ല. ഇല്ല. പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ നോമ്പിനൊക്കെ എനിക്ക് നോമ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് പിന്നെ വെള്ളം നല്ലോണം കുടിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നോമ്പ് എടുക്കാനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും ഒന്നും കഴിയില്ല. പക്ഷെ ഈ നോമ്പിന് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇത്രയും ചൂടായിട്ട് പോലും കഴിഞ്ഞ വർഷത്തിന്റെ ഇത് ഇപ്പൊ ഞാൻ കടയിലൊക്കെ പോകുന്നുണ്ട്, ഷോപ്പിലൊക്കെ പോവുക അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പണിയെടുക്കൊന്നും ചെയ്താലും കഴിഞ്ഞ വർഷത്തെ അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഈ നോമ്പിന് വന്നിട്ടില്ല. അത് ശരി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ മൂത്രത്തിന് മഞ്ഞ കളറായിട്ട് ഒരുപാട് വർഷം, അത് 8-10 വർഷം മുമ്പേ ഉണ്ട്. പിന്നെ നല്ല ബ്രൗൺ, ചിലപ്പോ നല്ല ബ്രൗൺ കളറിലേക്കാരം അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറിലേക്കാരം. ഞാൻ കുറെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, കുറെ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ടെസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാതായിരുന്നു. പിന്നെ പക്ഷെ നല്ല വെള്ളം കുടിക്കും. ആ വെള്ളം എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറില്ല. ഇപ്പൊ മൂത്രത്തിനും പ്രശ്നമില്ല, വെള്ളം കൂടി സാധാ പോലെ നോർമലായി എല്ലാരും വെള്ളം കുടിക്കും പോലെ തന്നെ അത്രേ കുടിക്കുന്നുള്ളൂ. അപ്പൊ ആ പ്രശ്നം ഇതിന്റെ കൂടെ മാറിപ്പോയി. അപ്പൊ നിസ്സാരം എന്ന് കരുതുന്ന ഒരു തൈറോയിഡ് എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പുള്ളിക്കാരി പല കാര്യങ്ങളും പറയാൻ വിട്ടുപോയി ആ ഒരു ടെൻഷനിലൊക്കെ. കാരണം അവർക്ക് രാത്രി ഉറക്കമില്ലായിരുന്നു, നെഞ്ചിടിപ്പുണ്ടായിരുന്നു, കിതപ്പായിരുന്നു, വണ്ണം കൂടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10 കിലോയോളം വെയിറ്റ് നമ്മുടെ ഇവിടെ കുറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് മാറി. അപ്പൊ അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവർ നമുക്ക് ഈ വീഡിയോ ഫീഡ്ബാക്കിൽ തരുന്നത്. എൻ്റെ പല ഡോക്ടേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനുമാത്രം പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കിട്ടണേ? ശരിക്കും പറഞ്ഞാൽ അവരുടെ എക്സൈറ്റ്മെന്റ് ആണത്. ഒരിക്കലും മാറില്ല എന്ന് തങ്ങൾ കരുതിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ മറച്ചു പിടിക്കുമോ? നിങ്ങളുടെ മക്കൾക്ക് ഫുൾ A+ കിട്ടിയാൽ നിങ്ങൾ ഫ്ലെക്സ് ഒക്കെ അടിച്ച് എല്ലാവരെയും അറിയിക്കുമല്ലേ? ആ അതേ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ ഓരോ പേഷ്യൻസിനും അവർക്കുണ്ടായ ആ ഒരു മാറ്റം. കാരണം അത് അവർക്ക് മാത്രമേ, അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഈ സീറ്റിലിരുന്ന് എത്രമാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ അനുഭവിച്ച ഒരാൾ അവരുടെ മാറ്റങ്ങൾ പറയുമ്പോൾ സമാനമായ പ്രശ്നങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ആളുകളുടെ വേദന അവർക്ക് മനസ്സിലാവും. അപ്പൊ അവരെ ഈ കാര്യങ്ങളൊന്നും സഹായിക്കും, സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഈ വീഡിയോ തരുന്നത്. അടുത്ത നമ്മുടെ വീഡിയോ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്പർ 2 ആണ്. അതായത് ഹൈപ്പോതൈറോയിഡിസം രോഗികൾക്ക് തൈറോക്സിൻ സപ്ലിമെന്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല? കാരണം ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോക്സിന്റെ ഉൽപാദനം കുറവാണ്. കുറഞ്ഞ ഉൽപാദനം നമ്മൾ ഗുളിക രൂപത്തിൽ സപ്ലിമെന്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറണ്ടേ? പക്ഷെ എന്തുകൊണ്ട് ഈ രോഗികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.